പ്രൈസ് ബി ടു ഗോഡ്. അതെ, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്. ജ്ഞാനത്താൽ ഈ ആകാശത്തെയും ഭൂമിയെയും കർത്താവ് സൃഷ്ടിച്ചു എന്ന സദൃശവാക്യങ്ങളിൽ നമുക്ക് കാണുവാനിടയായിത്തീരും. അതെ, ആ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മക്കളായ നാം ഓരോരുത്തരും ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെട്ടവരായി ഓരോ നാളും ജീവിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി സഭാപ്രസംഗി 9-ാം അധ്യായം അതിൻ്റെ 18-ാം വചനം നമുക്ക് വായിക്കാം. യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്, എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ച് കളയുന്നു. അതേ പ്രിയ ദൈവമക്കളെ, ഇവിടെ യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലതെന്ന് പറയുവാനൊരു കാരണമുണ്ട്. അതിൻ്റെ 14 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാനിടയായിത്തീരും. ചെറിയൊരു പട്ടണമുണ്ടായിരുന്നു. ആ പട്ടണത്തിലേക്ക് വലിയൊരു രാജാവ് അതിനെതിരെ കടന്നു വരുന്നു. അതിന് വിരോധമായി കൊത്തളങ്ങൾ പണിയുന്നു, അവിടെ യുദ്ധത്തിനായി ശ്രമിക്കുന്നു. എന്നാൽ അവിടെ ഒരു സാധുവായ ഒരു മനുഷ്യൻ പാർത്തിരുന്നു. ആ മനുഷ്യൻ തൻ്റെ ജ്ഞാനത്താൽ ആ പട്ടണത്തെ രക്ഷിച്ചു എന്ന് നമുക്ക് വായിക്കുവാനിടയായിത്തീരും. പ്രിയ മക്കളെ, എത്ര വലിയ പ്രശ്നങ്ങൾ നമുക്കെതിരെ കടന്നു വന്നാലും ഈ നാളുകളിൽ ഇതുപോലെ ദൈവിക ജ്ഞാനത്താൽ നാം ഓരോ കാര്യങ്ങളെ ചെയ്യുമ്പോൾ അത് യുദ്ധായുധങ്ങളെക്കാളും നല്ലതായി നമ്മുടെ ജീവിതത്തിന് അത്രമാത്രം വിലയേറിയ അനുഗ്രഹങ്ങളെ പകരുന്നതായിരിക്കും. സ്തോത്രം. ഈ അന്ത്യകാലത്ത് നമുക്കാവശ്യം ഉയരത്തിലുള്ള ജ്ഞാനമാണ്. അതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. യാക്കോബ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വചനം, 14-15 വചനങ്ങളിൽ, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. സ്തോത്രം. അപ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന കയ്പ്, ഈർഷ്യ, ശാഠ്യം, ഭോഷ്ക് പറയുന്നത്, സത്യത്തിന് വിരോധമായി പ്രശംസിക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ ഈ ലോകത്തിലെ ജ്ഞാനവും ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായുള്ള ജ്ഞാനമാണ്. എന്നാൽ ഉയരത്തിലുള്ള ജ്ഞാനം അതിൻ്റെ 17-ാം വചനത്തിൽ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളെയൊക്കെ വിട്ടുകളയാം. ഇന്നു മുതൽ ഈ വചനം കേൾക്കുന്ന ഈ ദിവസം മുതൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായുള്ള ജ്ഞാനം നമ്മെ നശിപ്പിച്ചു കളയും, നമ്മെ നിത്യതയിൽ നിന്ന് പോലും അകറ്റിക്കളയും. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഈ ഭൂമിയിലും നമുക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനിടയായിത്തീരും. ആ സ്വർഗരാജ്യത്തിലും നമ്മെ എത്തിച്ചേർക്കും. ആയതിനാൽ ഈ നാളുകളിൽ നിർമ്മലരായി, സമാധാനമുള്ളവരായി, ശാന്തതയുള്ളവരായി, അനുസരണമുള്ളവരായി, കരുണയുള്ളവരായി, സൽഫലം നിറഞ്ഞവരായി, പക്ഷപാതവും കപടവുമില്ലാത്തവരായി, വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവിക ജ്ഞാനത്താൽ, ഉയരത്തിലെ ജ്ഞാനത്താൽ നിറയപ്പെട്ടവരായി നമുക്ക് ജീവിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനപ്രകാരം കർത്താവ് നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം വായിച്ചു, എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു. നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ നശിപ്പിച്ച് കളയുന്ന വ്യക്തികൾ നാം ആയിരിക്കരുത്. നമ്മുടെ സ്വന്തം ജ്ഞാനം, നമ്മുടെ പ്രാകൃതവും ഭൗമികവുമായ ജ്ഞാനം ഉപയോഗിച്ച് ദൈവത്താൽ വരുന്ന നന്മകളെ നശിപ്പിച്ച് കളയുവാനല്ല, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്താൽ സകല നന്മകളെ അനുഭവിപ്പാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യുദ്ധായുധങ്ങളെക്കാളും നല്ലതായ ജ്ഞാനം ഞങ്ങൾ പ്രാപിച്ചു ഓരോ നാളും മുന്നേറുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവിധമായ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്.
ഹാവ് എ നൈസ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.